പിന്നെ ഒരു വെരി കോമൺലി സീൻ സിൻസ് യുവർ എ പീഡോഡോണ്ടിസ്റ്റ്, ഇപ്പോഴത്തെ കുട്ടികൾ കണ്ടമാന അമ്മമാർ പാസിഫയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈസ് പാസിഫയർ ഗുഡ്? പാസിഫയർ ഗുഡാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ലോട്ട് ഓഫ് സ്റ്റഡീസ് ഹവ് ഷോൺ സിഡ്സ് എന്നല്ലേ, സഡൻ ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രോം, അത് പാസിഫയർ പ്രിവെൻറ്റ് ചെയ്യുന്ന ഭയങ്കര അധികം സ്റ്റഡീസ് ഹവ് ഷോൺ. ഓക്കെ. ഈ പിള്ളേരെ ക്രിബ് ഡെത്ത് എന്നൊക്കെ പറയുന്ന സാധനം, അത് ബിസൈഡ്സ് എ പോയിന്റ്. നൗ പാസിഫയേഴ്സ് ഐഡിയലി ആദ്യത്തെ ഒരു 6 weeks ഉപയോഗിക്കരുത്. ബിക്കോസ് ചിൽഡ്രൻ ഹാവ് ടു ഡെവലപ്പ് ബ്രസ്റ്റിലേക്കുള്ള ഫീഡ് ചെയ്യാനായിട്ടുള്ള മെമ്മറിയും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യണം. ആ സമയത്ത് ഈ സാധനം വായിൽ വെക്കരുത്. 6 മാസം കഴിഞ്ഞാൽ നമുക്ക് പാസിഫയർ കൊടുക്കാം. പക്ഷേ പാസിഫയർ ഐഡിയലി ഇപ്പോൾ ബ്രസ്റ്റിൻ്റെ ഷേപ്പുള്ള നിപ്പിൾസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ മുമ്പ് മുഴുവനും ലാറ്റക്സും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതെടുത്ത് വെള്ളത്തിലിട്ട് ചൂടാക്കി നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അതിൽ ലാറ്റക്സ് എല്ലാം ചൂടാകുമ്പോൾ പ്രശ്നങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ സിലിക്കോണിൻ്റെ ടെമ്പറേച്ചർ ഭയങ്കര ഹൈ ആണ്. അപ്പോൾ സിലിക്കോൺ ഇസ് റിലേറ്റീവ്ലി സേഫ്. പാസിഫയറിൽ ഷുഗർ മിക്സ് ചെയ്ത് കൊടുക്കരുത്. ചിലർ പിള്ളേർ കുടിക്കാൻ വേണ്ടിയിട്ട് ഷുഗറിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ അവർക്കത് കംഫർട്ടബിളാണ്. ഈ പാസിഫയർ 2-3 തരം ഇപ്പോൾ വരുന്നുണ്ട്, ഷേപ്പ് അനുസരിച്ചിട്ട്. ചിലത് ഈ ഒക്ലൂഷനിലെ പല്ലിൻ്റെ പൊസിഷൻ കറക്റ്റ് ഓർത്തോഡോണ്ടിക് പാസിഫയേഴ്സ് വരും. അതായത് പല്ലിനെ കറക്റ്റ് പൊസിഷനിലേക്ക് അത് ഗൈഡ് ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് ഓർത്തോഡോണ്ടിക് പാസിഫയേഴ്സ്. പിന്നെ ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ വേറെ തരം പാസിഫയേഴ്സിൻ്റെ വായുടെ ഉള്ളിലത്തെ സലൈവറി ഫ്ലോവും അതൊക്കെ റെക്കോർഡ് ചെയ്ത് നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കും. അത് കൂടുതലും ഈ നിയോനേറ്റൽ ICUവിൽ ഉപയോഗിക്കുന്ന പാസിഫയേഴ്സ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ചിലരുടെ വായിലത്തെ സ്റ്റഡീസ് അറിയാനായിട്ട്. പിന്നെ ഉള്ളത് വായുടെ ഷേപ്പ്. ഇപ്പം ഫ്രണ്ടിലത്തെ ഒരു കവറിങ് ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. ആ സാധനം തന്നെ പല ഷേപ്പിൽ വന്നു തുടങ്ങി. ഇപ്പം അത് തന്നെ നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു ഫേസിൽ വരുന്ന ഗാർഡ് അതിൻ്റെ ഷേപ്പ് മാറ്റി തുടങ്ങി. ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹൗ ലോങ്? 3 years മാക്സിമം. ബിറ്റ്വീൻ 2 years നിർത്താൻ നോക്കുക. ബിറ്റ്വീൻ 2 and 3 years. പക്ഷെ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഹാബിറ്റ് മാറ്റി ചിലപ്പോൾ പിള്ളേർ വേറെ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ബട്ട് ഇറ്റ്സ് ഇപ്പോൾ അടുത്ത ഹാബിറ്റ് തം സക്കിങ് ആയിരിക്കും. തം സക്കിങ് ഇപ്പോൾ ഇഫ് യു ആസ്ക് മീ തം സക്കിങ് ആണോ പാസിഫയർ ആണോ ബെറ്റർ എന്ന് പറഞ്ഞാൽ പാസിഫയർ ഇസ് ബെറ്റർ. ഇറ്റ് കോസസ് ലെസ് ഡാമേജ്. ഇപ്പോൾ പാസിഫയർ കുറേ കാലം ഇത് ഇങ്ങനെ വായിൽ പാസിഫയർ അല്ലെങ്കിൽ തമ്പ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഒരു ആർച്ച് പോലെ ഇരിക്കണേ. ഇപ്പോൾ വായ നമ്മൾ സക്ക് ചെയ്യുമ്പോൾ ഈ സൈഡ് എപ്പോഴും ഇങ്ങനെ പ്രസ് ചെയ്യും. പ്രസ് ചെയ്യുമ്പോൾ ഈ പല്ലുകളൊക്കെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ ഇതൊരു വി ഷേപ്പ് ആവും. അപ്പോൾ നമ്മൾ പല്ല് പൊന്തും. മനസ്സിലായോ? അപ്പോൾ തം സക്കിങ് അത് വളരെ കോമൺ ആണ്. തംസ് പാസിഫയർ മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തമ്പിലേക്ക് പോകാം, അല്ലെങ്കിൽ ചെറുപ്പത്തിലേ തൊട്ട് പിള്ളേർ തം സക്കിയുണ്ട്. അതും 3 years. എന്ത് സാധനങ്ങൾ 3 years വരെ നോക്കുക. അപ്പോൾ 3 years വരെ സക്കിങ് ഉണ്ടെങ്കിൽ നമുക്ക് പലതരം മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന കൈമ കവർ ചെയ്യണ തുണിയിടും, ലോങ് സ്ലീവ്സ്. അപ്പോൾ കൈ രാത്രി കിടന്നുറങ്ങുമ്പോൾ സക്കിയില്ല. പിന്നെ കൈമ ബിറ്റേഴ്സ് തേക്കും, ചെന്നൈനം എന്നൊരു സാധനം തേക്കും. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് പ്ലാസ്റ്റർ ഇടാം. നിങ്ങളുടെ ഓർത്തോ പ്ലാസ്റ്റർ കൈമ ഇടാം. കൈമ ഇട്ട് കഴിഞ്ഞാൽ കൈ ഇതിലേക്ക് വരില്ല. പിന്നെ വായയിൽ റിമൈൻഡർ അപ്ലയൻസസ് ഉണ്ട്. ഒരു ചെറിയൊരു ഒരു ക്ലിപ്പ് പോലത്തെ ഒരു സാധനം, അതിൽ 3-4 ഹുക്സ് ഉണ്ട്, കുത്തുന്ന സാധനം ഉണ്ടാവും. അപ്പോൾ കൈ ഇടുമ്പോൾ വേനെടുക്കും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനത്തെ മൾട്ടിപ്പിൾ വേസ് ടു പ്രിവെൻറ്റ് തം സക്കിങ് ഉണ്ട്. പക്ഷേ ലെറ്റ് ചൈൽഡ് സക്ക് ഫോർ 3 years കുഴപ്പമില്ല. അവർക്കൊരു സെക്യൂരിറ്റി ഫീലിങ്ങും എല്ലാത്തിനും സക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെങ്കിൽ അവർ ചെയ്തോട്ടെ. ഇപ്പോൾ ഈ പാസിഫയർ അല്ലെങ്കിൽ തം സക്കിങ് ചെയ്ത ഈ ഡെന്റൽ സ്ട്രക്ചറിന് ഭയങ്കര ഒരു വ്യത്യാസം, നല്ല വ്യത്യാസം വരും 3 കൊല്ലം കഴിഞ്ഞാൽ. ആദ്യത്തെ 3 years ഒരു ഡെവലപ്പിംഗ് സ്റ്റേജ് ആണ്. അപ്പോൾ റീസണബിളി ഓക്കെ. നല്ലതെന്നല്ല പറയണേ, ഇറ്റ് ഇസ് അത് ദാറ്റ് ക്യാൻ ബി കറക്റ്റഡ് ബൈ ഇറ്റ്സെൽഫ്. കുറേ സാധനങ്ങളൊക്കെ സെൽഫ് കറക്റ്റിംഗ് ആയിരിക്കും. മനസ്സിലായി? അപ്പോൾ ഈ സ്കെൽറ്റൽ ചേഞ്ചസ് വരുമ്പോഴേക്കും നമുക്കൊരു 3 വയസ്സാകുമ്പോഴേക്കും നിർത്തിയാൽ ഇറ്റ് ക്യാൻ ഹെൽപ്പ് യു അലോട്ട്.